ജനുവരി 23 തമാശ അനുഭവപ്പെടുന്നുണ്ടോ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ആരംഭിക്കുന്നത്. പിന്നീടുള്ള കുടുംബം എന്ന അധ്യായത്തിലെ ഭാഗമാണ്. നമ്മുടെ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും അതേപോലെ കുഴപ്പങ്ങളും എല്ലാം നമ്മൾ സംസാരിക്കുമ്പോഴും ആ പറയുന്ന കുഴപ്പങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ദുർബലതകളിൽ നിന്നും കരുത്തുണ്ടാക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ പുതുതായിട്ട് കൂട്ടായ്മയിൽ കടന്നു വരുന്ന ഓരോ ആളുകൾക്കും കൂട്ടായ്മയിൽ നിന്നൊരു സന്തോഷവും ഒരു സുഖവും ഒക്കെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഒന്ന് ഒറ്റപ്പെട്ടവരല്ല എന്ന ബോധ്യമാണ് ഒരു ഷെയറിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് മാത്രം ഉള്ള അനുഭവങ്ങളല്ല. ഇപ്പോൾ നിരാശകൾ വരുന്ന ഒരു കാര്യമില്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നിരാശയിലേക്ക് വീണു പോകുന്ന മനോഭാവം നമുക്കുണ്ടാവുക, എന്താണെന്നറിയാത്ത വിരസത അനുഭവപ്പെടുക, ചില സമയത്ത് ഭയങ്കര അലസമായി തോന്നുക എന്ന് തുടങ്ങി പല പല കുഴപ്പങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഇത് നമുക്ക് മാത്രമല്ല വേറെ പലർക്കും ഉണ്ട്. അതേപോലെയുള്ള മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റം, ദേഷ്യം, സങ്കടം, ഇതൊക്കെ വ്യത്യസ്തമായിട്ടല്ല എനിക്കുള്ളത് എന്നുള്ള ബോധ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മളെ കുഴപ്പങ്ങളെക്കുറിച്ച് മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോഴും ഇതങ്ങനെ കുഴപ്പങ്ങൾ മാത്രം പറയുന്നവരായിട്ടോ അല്ലെങ്കിൽ ആ കുഴപ്പങ്ങൾ മാത്രം നിന്നുകൊണ്ട് അയ്യോ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ആളുകളല്ല നമ്മൾ. മറിച്ച് എന്താണ്, നമ്മുടെ കൂട്ടായ്മയിൽ സന്തോഷവും രസവും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പരസ്പരമുള്ള ഏകദേശം സഹോദരങ്ങളെ പോലെ എന്ന് പറയുന്ന ആ ഒരു സ്നേഹബന്ധമുണ്ട്. ഇവിടെ ഓരോ ഷെയറിങ്ങുകളും മറ്റൊരാൾക്ക് ആശ്വാസമാവുന്നുണ്ട്. ഒരാളുടെ ദുർബലതകൾ, ഒരാൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച രീതികൾ മറ്റൊരാൾക്ക് ആശ്വാസമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവിതം ആസ്വദിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തെ എങ്ങനെയാണ് വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതല്ല ഞാനെന്ന മധ്യാസക്തം ചെയ്യേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രശ്നങ്ങൾ നിരവധിയായിട്ട് വരാനുണ്ടായിരിക്കാം. അത് മുഴുവനായിട്ട് വരണം എന്ന് നിർബന്ധമില്ല. പല രീതിയിലാണ് ഇതൊക്കെ. നമ്മൾ കരുതുന്നതല്ല എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ വിചാരിച്ച പോലെയല്ല പലപ്പോഴും സംഭവിക്കുക. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ആ കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ മുന്നേ കടന്നുപോയ ആളുകൾ സ്വീകരിച്ച മാർഗങ്ങൾ നിന്നുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യപരിപാടിയെ ലളിതമായി സമീപിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ അതിനെ നേരിടാനായി തുടങ്ങുന്നത് എന്നതാണ്. അവിടെയാണ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളിലും ദോഷം കണ്ടിരുന്ന ഇതിങ്ങനെയായിരുന്നു മറ്റുള്ളവരെ കുറിച്ച്. ഇവിടെ അത്തരം മനോഭാവങ്ങളുടെ മാറ്റമാണ് നമ്മളിവിടെ കടന്നു വരുന്നത്. നമുക്ക് എങ്ങനെയാണ് അതിലെ നല്ല കാര്യങ്ങളെ കാണാനായി പറ്റുക? അതിലെ മോശമായ വശങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം എന്നല്ല, മോശമായ വശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ വശങ്ങളിൽ നിൽക്കുമ്പോഴും നല്ലതിനെ എടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് തയ്യാറാവുക? അവിടെയാണ് ലോകത്തിൻ്റെ മുഴുവൻ കുഴപ്പങ്ങളും നമ്മൾ നമ്മുടെ ചുമരുകളിലേക്ക് ഇടുന്നില്ല. ലോകത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ട്, പല രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സോഷ്യൽ മീഡിയയുടെ മനോഭാവം കണ്ടുകൊണ്ട് ഇതാണ് ലോകമെന്ന് നമ്മൾ കരുതിയ നമ്മൾ പൊട്ടന്മാരായി പോവും. ലോകം അതൊന്നുമല്ല. സോഷ്യൽ മീഡിയയിലോ അതിലോ നിൽക്കുന്നുമല്ല. കാരണം നമ്മൾ തന്നെ ആലോചിച്ചാൽ നമ്മൾ തന്നെ യഥാർത്ഥ വ്യക്തി നേരിട്ട് പറയാൻ പറ്റാത്ത ആ പല വീരുത്വങ്ങളും സോഷ്യൽ മീഡിയയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും ആളുകൾ. അപ്പോൾ യഥാർത്ഥ വ്യക്തിത്വം അല്ല സോഷ്യൽ മീഡിയയിൽ മനുഷ്യൻ്റെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൽ പല കുഴപ്പങ്ങളുമാണ്. ഈ ലോകം എന്താണ്, ഇത്തരം വൃത്തികേടാണല്ലോ ലോകം, ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലല്ല. ലോകത്തിൽ പല കുഴപ്പങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്, പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. പക്ഷെ ആ കുഴപ്പങ്ങളിലൊക്കെ കൊണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ആ കുഴപ്പങ്ങൾ നമ്മളെ ബാധിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് സന്തോഷം അനുഭവപ്പെടാൻ പറ്റുക. ആ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊണ്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ബാങ്കിലേക്ക് പോയാലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡെയിലി റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിലെനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റണം. അത് കഴിഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിന് കയറുമ്പോൾ അതിലേക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റണം. പ്രഭാതത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ, അതിലെല്ലാം ഞാൻ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാലാണ് 10 മണിക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമാണെന്ന് പറയുന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് പറ്റുക എന്നാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് വളരെ മനോഹരമാണ് ജീവിതം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും.
കാരണം എന്താ, നമുക്ക് നമ്മുടെ കുഴപ്പങ്ങൾ അറിയാം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഭയങ്കരമായ ആദിയുണ്ട്. നമ്മുടെ കുഴപ്പങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ആ കുഴപ്പങ്ങളിൽ നിന്ന് കരുത്തുണ്ടാക്കുന്ന പ്രോഗ്രാമിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പുതിയ ആളുകളുമായിട്ട് അവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നമ്മൾ മറ്റുള്ളൊരാളുമായിട്ട് അയാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഓർമ്മ വരുന്നു. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനായി പറ്റി. നമ്മൾ പറയില്ല, അടുത്ത വീട്ടിലെ കറണ്ട് പോകുക എന്ന് പറയുന്നത് തമാശ രീതിയിലാണെങ്കിലും ആ സാധനം നമുക്ക് ആശ്വാസം തരുന്നതിന് നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, നമുക്ക് മാത്രമല്ല കുഴപ്പമെന്ന ആ ഒരു ബോധ്യമാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ ഭയത്തെയും നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, മറ്റു മനുഷ്യരുമുണ്ട്, അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന ബോധ്യമാണ് നമുക്ക് കടന്നു വരുന്നത്. അപ്പം അവിടെ മറ്റു മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും നമ്മൾ തലയിലേറ്റുക എന്നതല്ല, മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും കയറി ഉപദേശം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ മാറ്റുന്ന പ്രോഗ്രാമിലല്ല മറ്റുള്ളവരെ സഹായിക്കുക എന്നത്. മറിച്ച് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രം സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളതാണ്. വളരെ സന്തോഷം വരും. അതല്ല മറ്റുള്ളവരുടെ പ്രശ്നവും പരിഹരിക്കുക, എല്ലാത്തിനും കയറി 100 ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ദോഷൈക ദൃഷ്ടിയാകും. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വരെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറും. നമ്മുടെ ആളുകളി വരും, നമ്മുടെ ദൈവങ്ങളി വരും, ഇതെല്ലാം നമുക്ക് കടന്നു വരും. അത്തരം കാര്യങ്ങൾ കൂടി കടന്നു വരാതെ നമ്മൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത്, അത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ഭയപ്പാടുകളെയും പ്രശ്നങ്ങളെയും പരിഹരിച്ച രീതികൾ, അതിനുള്ള അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്ന മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.